വൈത്തിരി ഗ്രാമപഞ്ചായത്തിൻ്റെ 9ാം വാർഡിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ടി നാസറാണ് നമ്മോടൊപ്പം ഉള്ളത്. അപ്പോൾ ടി നാസർ എന്ന ഇവർക്ക് ഈ വാർഡിനെ കുറിച്ചും മറ്റൊക്കെ പറയാനുള്ളത് നമുക്കൊന്ന് കേൾക്കാം. നാസർക്ക് ഏതൊക്കെ രീതിയിലാണ് നമ്മൾ ചാരിറ്റി വാർഡ്? ഞാൻ കഴിഞ്ഞ കുറേ കാലങ്ങളായി 9ാം വാർഡിലും അതുപോലെ തന്നെ വൈത്തിരി ഗ്രാമപഞ്ചായത്തിലുമൊക്കെ എന്നെ അറിയപ്പെടുന്ന ആളുകളാണ്. ഞാനിപ്പോൾ ഒരു സ്ഥാനാർത്ഥിയാകാൻ വേണ്ടി മാത്രം പൊട്ടിമുളച്ച് വന്നതല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം 9ാം ഡിവിഷനിൽ എന്നെ പരിചയമില്ലാത്ത ആരും ഉണ്ടാവില്ല. ഞാൻ കഴിഞ്ഞ കാലങ്ങളിൽ പ്രളയത്തിലും അതുപോലെ തന്നെ ഉരുൾപൊട്ടലിലുമൊക്കെ ഇവിടുത്തെ ജനങ്ങളെ സഹായിക്കുകയും കോളനികളിലും അതുപോലെ തന്നെ മറ്റുള്ള പ്രദേശങ്ങളിലൊക്കെ കടന്നു ചെന്നുകൊണ്ട് രോഗികളെയും അതുപോലെ തന്നെ കിടപ്പ് ചികിത്സക്കാരെയും ഒക്കെ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നെപ്പറ്റി അവിടെ ഈ വൈത്തിരി ഞാൻ മത്സരിക്കുന്ന വാർഡിൽ 9ാം ഡിവിഷൻ വാർഡിൽ എല്ലാവർക്കും എന്നെപ്പറ്റി അറിയാം. ഒരാൾക്കും എന്നെപ്പറ്റി അറിയാത്തതില്ല. നാസർ എന്ന് പറഞ്ഞാൽ എൻ്റെ മുഖം കണ്ടാൽ എല്ലാവർക്കും അറിയാം. ഇന്ന് ഒരു മത്സര രംഗത്തേക്ക് വേണ്ടി മാത്രം കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തതല്ല. ഞാൻ എന്നും ഒരു സാമൂഹിക സന്നദ്ധ പ്രവർത്തകനാണ്. ഞാൻ കഴിഞ്ഞ കാലങ്ങളിൽ വൈത്തിരി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കഴിഞ്ഞ ഉരുൾപൊട്ടൽ കാലത്ത് മുണ്ടക്കൈയിൽ മൃതദേഹങ്ങൾ വരുമ്പോൾ അത് ഏറ്റുവാങ്ങുകയും അതിന് അവർക്ക് വേണ്ട മറ്റുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ഡോക്ടേഴ്സിനും അതുപോലെ തന്നെ അവിടെയുള്ള സ്റ്റാഫിനും അവിടെയുള്ള മറ്റുള്ളവർക്കൊക്കെ ഭക്ഷണം നൽകുകയും അതുപോലെ തന്നെ അവിടെ ബാക്കിയുള്ള രോഗികൾ വരുമ്പോൾ അവർക്ക് ഇരിക്കുവാനുള്ള ഇരിപ്പിടം കസാരകൾ നൽകുകയും ഡയാലിസ് ചെയ്യുന്ന ആളുകൾക്ക് TV നൽകുകയും അങ്ങനെ ഒട്ടനവധി പ്രവർത്തനങ്ങൾ എന്നെക്കൊണ്ട് കഴിയാവുന്നത് ഞാൻ വൈത്തിരി ഗവൺമെൻറ് ഹോസ്പിറ്റലിലും അതുപോലെ തന്നെ ഈ പ്രദേശത്തും 9ാം വാർഡിലും മറ്റുള്ള ഹെൽത്ത് സെൻ്ററിൻ്റെ ഭാഗത്തും അതുപോലെ തന്നെ 4 സെൻറ്റ് കോളനിയിലും ലക്ഷം വീട് കോളനിയിലും അതുപോലെ തന്നെ അംബേദ്കർ കോളനിയിലും ഒക്കെ വൈത്തിരി ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഞാൻ കടന്നു ചെന്നിട്ടുണ്ട്. അത് പാവങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയാണ്. ഇന്ന് ഞാനൊരു വീട്ടിലേക്ക് ഞാൻ പെട്ടെന്ന് കടന്നു ചെന്നു. എനിക്ക് തന്നെ എൻ്റെ മനസ്സിൽ ഓർമ്മയില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഞാൻ കടന്നു ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മോൻ പറഞ്ഞു, അച്ഛൻ മരിച്ചപ്പോൾ നമ്മളെ വീട്ടിൽ അരിയും സാധനങ്ങളൊക്കെ കൊണ്ടെത്തുന്നത് നാസർക്കയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, മതി, എനിക്ക് നിങ്ങൾ വോട്ട് ചെയ്തിട്ടില്ലെങ്കിലും എനിക്ക് നിങ്ങളുടെ ആ ഒരു സൗഹാർദ്ദപരമായിട്ടുള്ള ആ പെരുമാറ്റം വളരെയധികം എനിക്ക് സംതൃപ്തി നൽകിയിട്ടുണ്ട്. ഞാൻ ഇവിടെ മത്സരിക്കുന്നത് LDFും സ്വതന്ത്ര സ്ഥാനാർത്ഥിയുമായിട്ടാണ്. UDFിൻ്റെ സ്ഥാനാർത്ഥി പിന്തള്ളപ്പെടും, 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടും എന്നാണ് എൻ്റെ അഭിപ്രായം. UDFിൻ്റെ സ്ഥാനാർത്ഥിയെയും LDFിൻ്റെ സ്ഥാനാർത്ഥിയെയും നമുക്ക് ജനങ്ങൾക്ക് വളരെ വ്യക്തമായിട്ടറിയാം. LDFിൻ്റെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ നേരം വെളുത്താൽ ഫോൺ ചെയ്താൽ പോലും എടുക്കാത്ത, ഞാൻ ഇന്ന് പോലും അദ്ദേഹത്തിന് 3 ഫോൺ ചെയ്തു, 3 ഫോൺ കോൾ പോലും എടുക്കാത്ത ഒരു LDFിൻ്റെ സ്ഥാനാർത്ഥി. നാടിലെ ആ നാട്ടുകാർക്ക് വേണ്ടിയിട്ടോ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. അതുപോലെ തന്നെ UDFിൻ്റെ സ്ഥാനാർത്ഥി ഒരു കുട്ടികൾക്ക് പോലും ഈ പ്രളയകാലത്തോ അല്ലെങ്കിൽ മറ്റുള്ള സമയങ്ങളിലോ ഒരു സ്ലൈറ്റ് പെൻസിൽ പോലും അല്ലെങ്കിൽ ഒരു കടലാസ് പെൻസിൽ പോലും അല്ലെങ്കിൽ ഒരു തുണിക്കഷ്ണം പോലും വാങ്ങിച്ചു കൊടുക്കാൻ കഴിയാത്ത UDFിൻ്റെ സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ എന്നെക്കുറിച്ച് ഞാൻ തന്നെ പുകഴ്ത്തി പറയുന്നത് ശരിയല്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, വൈത്തിരി ഗ്രാമപഞ്ചായത്തിൽ 9ാം വാർഡിൽ നടക്കുന്ന മത്സരം LDFും സ്വതന്ത്ര സ്ഥാനാർത്ഥിയുമായിട്ടായിരിക്കും. UDFുമായിട്ട് യാതൊരു മത്സരരംഗവും അവിടെ കാണുന്നില്ല, ആ പ്രദേശത്ത് കാണുന്നില്ല. അവിടെയുള്ള യുവാക്കളായാലും സ്ത്രീകളായാലും അമ്മമാരായാലും കുട്ടികളായാലും എൻ്റെ മുഖം കാണുമ്പോൾ അവർക്കറിയാം ഞാൻ കഴിഞ്ഞ കാലങ്ങളിൽ 2018, 2019, 2017 കാലങ്ങളിൽ ഞാൻ അവിടെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അവിടെയുള്ള ആളുകൾക്കറിയാം. അതുപോലെ തന്നെ ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന മാതിരി നമ്മൾ അംബേദ്കർ സാംസ്കാരിക നിലയത്തോട് സംബന്ധിച്ച് അവിടെയുള്ള ആളുകളെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിക്കും, കലാപരിപാടികൾ സംഘടിപ്പിക്കും, കായിക മത്സരങ്ങൾ സംഘടിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി ചെല്ലുമ്പോൾ എനിക്കൊരു വോട്ട് കിട്ടൂല എന്നുള്ള പ്രതീക്ഷ എനിക്കില്ല. ഈ പ്രാവശ്യത്തെ വിജയം സുരക്ഷിതമാണ് ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇപ്രാവശ്യം. അതായത് ഒരു മുഖം, ആ മുഖം എൻ്റേതായിരിക്കുമെന്നുള്ള കാര്യത്തിൽ അവിടുത്തെ ആളുകൾക്ക് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ കാലത്ത് LDFിൻ്റെ സ്ഥാനാർത്ഥിയായാലും UDFിൻ്റെ സ്ഥാനാർത്ഥിയായാലും തെരഞ്ഞെടുപ്പ് രംഗത്ത് തെരഞ്ഞെടുപ്പാകുമ്പോൾ മാത്രം ഇറങ്ങി വന്ന് ജനങ്ങളോട് വോട്ട് ചോദിക്കുന്ന ഒരു സമ്പ്രദായമാണ്. ആ സമ്പ്രദായമല്ല കഴിഞ്ഞ കാലത്ത് എന്നെക്കുറിച്ചുള്ളത്. അത് നിങ്ങൾക്ക് തന്നെ ചാനലുകാർക്ക് തന്നെ അന്വേഷിക്കാം. എന്താണ് ഞാൻ ആ 9ാം വാർഡിലോ അല്ലെങ്കിൽ മറ്റുള്ള വാർഡിലോ ഒക്കെ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നടന്നു പോകുന്നത് ഡയാലിസ് സെൻറ്റർ എന്ന് പറഞ്ഞ സ്ഥാപനമുണ്ട്. അവിടെ ഒട്ടനവധി ആളുകൾ ഡയാലിസിന് പോകുന്നുണ്ട്. ചാരിറ്റിയിലുള്ള ആളുകൾ തന്നെ 9ാം ഡിവിഷനിലുള്ള ആളുകൾ തന്നെ അവിടെ ഡയാലിസിന് പോകുന്നുണ്ട്. ആ ഡയാലിസിന് പോകുന്ന ആളുകൾക്ക്, കൂട്ടിരിപ്പിൻ്റെ ആളുകൾക്ക് 2 മണിക്കൂറാണ് ഒരു ഡയാലിസ് ചെയ്ത്. ഇവിടെയുള്ള അനീഫ മുസ്ലിം എന്ന് പറഞ്ഞ ആൾ ചാരിറ്റിയിൽ നിന്ന് പോകുന്നുണ്ട്. ലില്ലി മെമ്പർ, കഴിഞ്ഞ പ്രാവശ്യത്തിൽ ലില്ലി മെമ്പർ എന്ന ആളുകൾ ഡയാലിസിന് പോകുന്നത്. അവരുടെ കൂട്ടിരിപ്പുകാർക്ക് നേരം പോകുന്നതിന് വേണ്ടി അവിടുത്തെ സൂപ്രണ്ട് വിളിച്ചു പറഞ്ഞുകൊണ്ടും അവിടുത്തെ രോഗികൾ വിളിച്ചു പറഞ്ഞതുകൊണ്ടും ഞാൻ അവിടെ TV കൊടുത്തു. അവിടെയുള്ള രോഗികൾക്ക്, അവിടെ ഈ കൂട്ടിരിപ്പുകാർക്ക് നേരം പോകുന്നതിന് വേണ്ടി അവിടെയുള്ള ഡയാലിസിൻ്റെ ആ സെൻറ്ററിലേക്ക് ഞാൻ TV വാങ്ങിക്കൊടുത്തു. പിന്നെ അവിടെയുള്ള രോഗികളുടെ കൂട്ടിരിപ്പുകാർക്ക് നേരം പോകുന്നില്ല എന്ന് ഡോക്ടർ പറഞ്ഞതുകൊണ്ട്, സൂപ്രണ്ട് പറഞ്ഞതുകൊണ്ട്, കഴിഞ്ഞ പ്രാവശ്യം സൂപ്രണ്ട് പറഞ്ഞിട്ടുണ്ട് 5 TV ഞാൻ എൻ്റെ വകയിൽ കൊടുത്തിട്ടുണ്ട്. 50 കസാര ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെയുള്ള അത്യാഹിത വിഭാഗത്തിൽ
കർട്ടൻ ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ കർട്ടൻ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒട്ടനവധി സാമൂഹിക സന്നദ്ധ പ്രവർത്തനങ്ങളിൽ ഒരു മുൻകൈ നേതൃത്വം കൊടുത്തിട്ടുള്ള ആളാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് വോട്ട് ചോദിക്കുന്നതിന് യാതൊരുവിധ പ്രയാസവുമില്ല. എനിക്ക് ആളുകൾക്ക് വോട്ട് ചെയ്യുന്നതിനും യാതൊരു പ്രയാസമില്ല. ഇനി അടുത്ത പ്രാവശ്യം ഞാൻ പഞ്ചായത്തിൽ വിജയിച്ചു വന്നാൽ എൻ്റെ ശമ്പളം, കിട്ടുന്ന ശമ്പളം ഞാൻ പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടി ചെലവഴിക്കും, പാവപ്പെട്ട കിടപ്പ് രോഗികൾക്ക് വേണ്ടി ചെലവഴിക്കും, വീടില്ലാത്തതിന് വേണ്ടി ചെലവഴിക്കും. ഞാൻ എത്ര രൂപയാണ് പഞ്ചായത്തിന് കിട്ടുന്നോ ആ മുഴുവൻ ആ കാശും അവിടുത്തെ പാവപ്പെട്ടവരെ രോഗികൾക്ക് വേണ്ടി ഞാൻ ചെലവഴിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. എൻ്റെ വീട്ടിലേക്ക് 24 മണിക്കൂറും ഏതാൾക്കും കടന്നു വരുവാനുള്ള ഒരു സാഹചര്യം ഞാൻ ഒരുക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഞാൻ കിട്ടുന്ന പൈസ മുഴുവൻ പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടി ചെലവഴിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. അതാണ് എൻ്റെ ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിലുള്ള മുദ്രാവാക്യവും അതിലുള്ള എൻ്റെ ആവശ്യങ്ങളും ജനങ്ങളുടെ ആവശ്യങ്ങളും. ചേരട്ടിയിലെ കുടിവെള്ള പ്രശ്നം 2 മുന്നണികൾ വന്നു. ചേരട്ടിയിലെ കുടിവെള്ള പ്രശ്നം പരിഹരിച്ചിട്ടില്ല. ചേരട്ടിയിലെ റോഡ് ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയാൽ അറിയാം. ഈ 1-ാം പാലം കടക്കുമ്പോൾ തന്നെ ആ പാലത്തിൻ്റെ സ്ഥിതി നമുക്കറിയാം. ആ പാലത്തിൻ്റെ മുകളിൽ നിന്ന് ആരെങ്കിലും താഴോട്ട് വീണാൽ ആ പാലത്തിൻ്റെ മനുഷ്യൻ്റെ ഗതി വളരെ അവസ്ഥയിലാണ്. ആ പാലം നന്നാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ചേരട്ടിയിലേക്ക് ഒരു വാഹനം ഓട്ടോറിക്ഷ വിളിച്ചാൽ രാത്രി കാലങ്ങളിൽ പോകാൻ സാധിക്കുന്നുണ്ടോ? 2 മുന്നണികളും ഇടതും വലതും ചേർന്ന് ഭരിച്ചുകൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കുക എന്നല്ലാതെ വൈത്തിരി ഗ്രാമപഞ്ചായത്തിൻ്റെ തനിതായ ഫണ്ടുകളിൽ നിന്നല്ലാതെ ബാക്കി എന്തെങ്കിലും ഫണ്ട് കൊടുന്നുകൊണ്ട് ഒരു റോഡ് നിർമ്മാണമോ അല്ലെങ്കിൽ ഒരു കെട്ടിട നിർമ്മാണമോ ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇവിടെ കൊട്ടി ആഘോഷിക്കുന്നത് മദാരി ഉസ്മാൻ്റെ ഒരു ഗ്രൗണ്ടിൻ്റെയാണ്. അത് അദ്ദേഹത്തിൻ്റെ സന്മനസ്സുള്ളതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം ആ ഗ്രൗണ്ടിന് കൊടുത്തത്. ഇവിടുത്തെ ചെറുപ്പക്കാരുടെ ആവശ്യം കണക്കിലെടുത്തുകൊണ്ടാണ് മദാരി ഉസ്മാൻ അതുപോലെ ഗ്രൗണ്ട് കൊടുത്തത്. അത് പഞ്ചായത്തിൻ്റെ മഹിമയല്ല, ഇവിടുത്തെ UDFൻ്റെ മഹിമയല്ല, അത് ഉസ്മാൻ്റെ സന്മനസ്സാണ്. ഉസ്മാൻ്റെ സന്മനസ് കൊണ്ടാണ് ഇവിടെയുള്ള കുട്ടികൾ കളിക്കുവാൻ വേണ്ടി അദ്ദേഹം സ്ഥലമെടുത്തു കൊടുത്തത്. അദ്ദേഹത്തെ ഞങ്ങൾ അഭിനന്ദിക്കുകയാണ്. അതുപോലെയുള്ള സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകളാണ് രാഷ്ട്രീയത്തിൽ വേണ്ടത്. അല്ലാതെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അവനവൻ്റെ കുപ്പായമിട്ടുകൊണ്ട് അവരുടെ കാര്യങ്ങൾ നേടുന്നതിന് വേണ്ടി മാത്രം മത്സരിക്കുന്ന ആളുകളായി മാറരുത് എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. വാർഡുകളൊക്കെ കയറിയിട്ടുള്ള